ഡിന്നറിന് എന്തുണ്ടാക്കുന്നുള്ള കലശലായ ചിന്തയ്ക്ക് ശേഷം ഞാൻ കണ്ടെത്തി ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി ആക്കാം. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം വേണ്ട ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് തൈര്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പും വെതറിട്ട് അങ്ങനെ നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം, എവിടെയും ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മസാലയ്ക്ക് ഒരല്പം കൊഴുപ്പ് കിട്ടാനായിട്ട് തക്കാളിയും അതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമ്മളിതാ ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 4 ഉള്ളിയാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ചോപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി വഴറ്റാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഉള്ളി ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിനകത്തൊട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ്. തക്കാളിയൊക്കെ ഗ്രൈൻഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ രണ്ടാമത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ട് കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും നമ്മൾ ഈ തക്കാളിയുടെ ഒക്കെ കൂടെ അങ്ങ് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ചെന്ന് പറയുന്നത് നിങ്ങളുടെ അളവിനെടുക്കാം. ഞാനെല്ലാം ഓരോ ടേബിൾ സ്പൂൺ അങ്ങനത്തെ അളവിലാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സിങ് നന്നായിരിക്കണം, ബിക്കോസ് അവിടെ ഇവിടെയും കിടന്ന് അത് അടി പിടിച്ചു പോകാൻ പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എപ്പോഴും അമ്മ പറയാറുള്ളത്. അമ്മ പറയുന്നൊന്നും അങ്ങനെ തെറ്റിപ്പോകാറില്ലല്ലോ. പിന്നെ അതിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ഇതുപോലെ അടച്ച് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തുറന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സുഭാഷ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക.